നമസ്കാരം. ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി 26 സംഭവിക്കുക. അന്നാണ് ശിവരാത്രി. ശിവഭക്തർ ഏവരും കാത്തിരിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പാപനാശവും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വീടുകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഒഴിവാക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കണം എന്നില്ല. കാരണം ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും. അതിനാൽ തീർച്ചയായും ഈ വസ്തുക്കൾ ഒഴിവാക്കുകയും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. തുടർന്ന് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയും ശിവരാത്രി വ്രതം നിങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്നതിലൂടെയും ഇരട്ടി ഫലദായകമായി തീരും. ഇരട്ടി ഫലമാണ് ലഭിക്കുക എന്ന കാര്യം ഓർക്കുക. ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വാസ്തുപ്രകാരം നോക്കുമ്പോൾ കന്നിമൂലയും ഈശാനമൂലയും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. വാസ്തുവിൽ പ്രധാനപ്പെട്ടതായ സ്ഥലങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഇവിടെ ചില കാര്യങ്ങൾ പാടുള്ളതല്ല എന്നതാണ് വാസ്തവം. ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമായി ഭവിക്കും. ശിവരാത്രിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ശിവരാത്രിക്ക് മുൻപ് തന്നെ ഒഴിവാക്കുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായി പറയുന്നത് ഈ ഭാഗങ്ങളിൽ ഒരിക്കലും ചവറ് കൂട്ടിയിടാൻ പാടില്ല എന്നതാണ്. അല്ലെങ്കിൽ ചവറ് കൂട്ടിയിട്ട് കത്തിക്കുവാൻ പാടുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ദോഷകരമായ കാര്യമാകുന്നു. കാര്യങ്ങൾ പ്രതികൂലമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും പാടില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു കാര്യം അഴുക്ക് ജലമാണ്. പലപ്പോഴും ഈ ഭാഗങ്ങളിൽ അഴുക്ക് ജലം വരാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് വാസ്തുപ്രകാരം വളരെ ദോഷകരം തന്നെയാകുന്നു. അതിനാൽ അഴുക്ക് ജലം കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ശിവരാത്രിക്ക് മുൻപ് തന്നെ ഒഴിവാക്കേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. ചിലർ ഈ ഭാഗങ്ങളിൽ ചെടികൾ നട്ട് വളർത്തുന്നവരാണ്. എന്നാൽ മുള്ളുള്ള ചെടികൾ ഈ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. മറ്റൊന്ന് കേടായ ചെടികളാണ്. കന്നിമൂലയിൽ ഇത്തരം ചെടികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഉണ്ട് എങ്കിൽ, പറമ്പിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കേടായ ചെടികൾ ഒരിക്കലും പറമ്പിൽ നിൽക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. അനാവശ്യമായ വസ്തുക്കൾ കൂട്ടിയിടരുത് എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. അനാവശ്യമായ വസ്തുക്കൾ കൂട്ടിയിടുന്നത് വലിയ ദോഷകരം തന്നെയാകുന്നു. ആ വീടുകളിൽ അത് നെഗറ്റീവായ ഊർജം പ്രഭാവം വർദ്ധിക്കുന്നതിനും ഈശ്വര ചൈതന്യം തന്നെ നഷ്ടമാകുന്നതിനും കാരണമായി തീരും. ആ വീടുകളിൽ പല വിധത്തിലും നെഗറ്റീവായ ഊർജത്താൽ ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ നിന്നും അകലും. മഹാലക്ഷ്മി വാസം ആ വീടുകളിൽ നഷ്ടമാകുന്നതിന് പോലും അത് കാരണമായി തീരും. അലക്ഷ്മി സാന്നിധ്യം അഥവാ മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും ഇത്തരം വസ്തുക്കൾ ഒഴിവാക്കി ശിവരാത്രി ദിവസം ശരിയായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആ വീടുകളിൽ ശിവ കടാക്ഷവും മഹാലക്ഷ്മി കടാക്ഷവും വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം വീടിന്റെ മുൻവശമാണ്. വീടിന്റെ മുൻവശത്ത് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീടിന്റെ മുൻവശത്ത് തീർച്ചയായും തുളസിത്തറ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ തുളസി ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തുളസിത്തറ തീർച്ചയായും നിങ്ങൾ വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ തുളസി ചെടിയുടെ അടുത്ത് മുള്ളുള്ള ചെടികൾ, കേടായ ചെടികളുണ്ട് എങ്കിൽ അത്തരം ചെടികൾ ഒഴിവാക്കണം. മലിനജലം വരുന്നില്ല എന്ന കാര്യം, തുളസിയുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. വീടിന്റെ മുൻവശം പ്രധാനമായും നിങ്ങൾ വൃത്തിയാക്കേണ്ടത്
ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കാരണം മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലും ദേവതകൾ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് മുൻവാതിലിലൂടെയാണ്. അതിനാൽ തീർച്ചയായും ഈ ഭാഗം എപ്പോഴും വൃത്തിയായി കിടക്കേണ്ടത് അത്രമേൽ അനിവാര്യമായ കാര്യമാണ്. കേടായ ചെടികൾ ഒരിക്കലും ഈ ഭാഗങ്ങളിൽ പാടുള്ളതല്ല. അത് അത്രമേൽ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. തീർച്ചയായും ഒഴിവാക്കണം. ഗേറ്റിന്റെ ഭാഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഭാഗവും തീർച്ചയായും നിങ്ങൾ വൃത്തിയാക്കേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. പ്രധാനമായും കേടുപാടുകൾ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ വീടുകൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ ശരിയാക്കേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു. വാതിൽ തുറക്കുമ്പോൾ ശബ്ദം കേൾക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ അത്തരം ശബ്ദങ്ങളുണ്ട് എങ്കിൽ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പൊതുവിൽ വാസ്തുപ്രകാരം ഇത്തരം കാര്യങ്ങൾ ശുഭകരമല്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന് കട്ട്ളയാണ്. കട്ട്ള വൃത്തിയായി തന്നെ വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തണം. പെട്ടെന്ന് തന്നെ ഏവർക്കും അത് സാധിക്കണം എന്നില്ല. എന്നാൽ തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ക്രമേണ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം. മറ്റൊന്ന് ജനലാണ്. ഒരു വീടിന് ജനലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം പോസിറ്റീവായ ഊർജത്തെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാനും ജനലിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ജനൽ തുറന്ന് വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർട്ടൻ മാറ്റുകയും കഴുകി വീണ്ടും സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ശിവരാത്രിക്ക് മുൻപ് തന്നെ ഇപ്രകാരം ചെയ്യുക. ശിവരാത്രിക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. തീർച്ചയായും നാളത്തെ ദിവസം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കണം. കലണ്ടറുകൾ പഴയതുണ്ട് എങ്കിൽ തീർച്ചയായും അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജനലുകളിൽ തൂക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ജനലിൽ തൂക്കുവാൻ പാടുള്ളതല്ല. അത് ദോഷകരമായി ഭവിക്കും. ഇനി പരാമർശിക്കാനായി പോകുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുക്കളയ്ക്ക് സനാതന ധർമ്മത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ദേവതാ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ആ വീടുകൾക്ക് ഗുണകരവും ദോഷകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. അടുക്കളയിൽ കേടായ ഫലങ്ങൾ അല്ലെങ്കിൽ പഴകിയതായ പച്ചക്കറികൾ മറ്റുമുണ്ട് എങ്കിൽ, അത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടാകാം. ചിലർ അടുക്കളയിൽ ചെരുപ്പ് വയ്ക്കുന്നവരാണ്. തീർച്ചയായും ഒഴിവാക്കണം. മരുന്നുണ്ട് എങ്കിൽ പോലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ വയ്ക്കരുത്. അനാവശ്യമായ സാധനങ്ങൾ, അതായത് അടുക്കളയ്ക്ക് ആവശ്യമല്ലാത്തതായ സാധനങ്ങൾ അടുക്കളയിൽ ഇരിക്കരുത് എന്നാണ് പറയുക. അതിനാൽ അത്തരം കാര്യങ്ങൾ അടുക്കളയിൽ നിന്നും മാറ്റി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുക്കളയിൽ പല പാത്രങ്ങളും പൊടി പിടിച്ചിട്ടുണ്ടാകും എന്നതും വാസ്തവമാണ്. ഇത്തരത്തിൽ പൊടി പിടിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ ക്ലീൻ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ അടുക്കള വളരെയധികം ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. കഴുകുന്നതാണ് ഏറ്റവും ശുഭകരം. അടുക്കള ഇപ്രകാരം കഴുകുവാൻ സാധിച്ചില്ല എങ്കിൽ തുടയ്ക്കുകയെങ്കിലും ചെയ്യുക. തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ നൽകണം. മഹാലക്ഷ്മി സാന്നിധ്യവും ദേവതാ സാന്നിധ്യവും ആ വീടുകളിൽ വർദ്ധിക്കും. പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പ്രാർത്ഥിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. കാരണം ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും. അതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഇനി പരാമർശിക്കാൻ പോകുന്നത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൂജാമുറി ഒരു വീട്ടിന്റെ പ്രധാനപ്പെട്ടതായ ഭാഗം തന്നെയാണ്. അതിനാൽ പൂജാമുറി ശ്രദ്ധയോടെ സൂക്ഷിച്ചില്ല എങ്കിൽ അത് ആ വീടുകളിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾക്കും കാരണമായി തീരാം. പൂജാമുറിയിൽ കേടായ ചിത്രങ്ങളുണ്ട് എങ്കിൽ വെള്ളത്തിലൊഴുക്കി കളയുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ ചെയ്യുക. വിഗ്രഹങ്ങളാണ് എങ്കിലും ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. പ്രസാദം വീടുകളിൽ കൊണ്ടുവരികയും ആ പ്രസാദത്തിലെ ഉണങ്ങിയ പൂക്കൾ, ഇലകൾ പൂജാമുറിയിൽ ഇരിക്കുന്നു, വീടുകളിൽ ഇരിക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല.
അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. എത്തരത്തിൽ ഒഴിവാക്കണം എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഒരിക്കലും ചവിട്ടുന്ന ഇടത്ത് കളയുവാൻ പാടുള്ളതല്ല. ആരും ചവിട്ടാത്ത ഇടത്തോ അല്ലെങ്കിൽ വെള്ളത്തിലൊഴുക്കി കളയാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ ചെടിച്ചട്ടിയുണ്ട് എങ്കിൽ ചെടിച്ചട്ടിയിൽ നിക്ഷേപിക്കുന്നതും ശുഭകരം തന്നെയാണ്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. വീടുകളിൽ പഴയ തിരി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ സാമ്പ്രാണിയിലിട്ട് പുകയ്ക്കുന്നത് കത്തിക്കുന്നത് ശുഭകരമാണ്. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. തീപ്പെട്ടി, അതായത് ഉപയോഗശൂന്യമായ തീപ്പെട്ടി, പഴയ തിരി എന്നിവ പാടുള്ളതല്ല. മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ വളരെ പ്രാധാന്യം നൽകേണ്ടതായ ഒരു ഇടമാണ് കിടപ്പുമുറി. കാരണം ശരിയായ രീതിയിൽ ഉറങ്ങുവാൻ സാധിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും തങ്ങളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാനും സാധിക്കൂ. അതിനാൽ കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. കട്ടിലിനടിയിൽ വസ്തുക്കൾ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അത് ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് എങ്കിലും പാടുള്ളതല്ല. വായു സഞ്ചാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഏതൊരു കാരണങ്ങൾ കൊണ്ടാണ് എങ്കിലും ബെഡ്റൂമിൽ ചെരുപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. കൂടാതെ നിങ്ങളുടെ ബെഡ്റൂമിൽ ദേവതാ ചിത്രങ്ങളുണ്ട് എങ്കിൽ പാടുള്ളതല്ല. ഭയപ്പെടുത്തുന്നതായ മറ്റ് ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം ചിത്രങ്ങളും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അനിവാര്യമായ ഒന്നാണ്. കൂടാതെ ആഹാര സാധനങ്ങൾ, ഉപയോഗിച്ചതായ ആഹാര സാധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അവയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കിടപ്പുമുറി അടിച്ചു തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇനി വീടുകളിൽ പൊതുവെ പാടില്ലാത്തതായ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കാം. അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ തന്നെ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം പൊട്ടിയ കണ്ണാടിയാണ്. പാടുള്ളതല്ല, നോക്കാൻ പാടില്ല എന്നാണ് പറയുക. ചെറിയ പൊട്ടലാണ് എങ്കിലും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടും. ഭാഗ്യം നാൾക്ക് നാൾ കുറഞ്ഞു വരും. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പലർക്കും മനസ്സിലാക്കുവാൻ വൈകും എന്നതാണ് വാസ്തവം. മറ്റൊന്ന് പഴയ ന്യൂസ് പേപ്പറുകളാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. കൂടാതെ കേടായ വസ്ത്രങ്ങൾ, പിന്നിപ്പോയതായ വസ്ത്രങ്ങൾ തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പൊട്ടിയ വസ്തുക്കൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും വസ്തുക്കൾ ശരിയാക്കുവാനുണ്ട് എങ്കിൽ അത്തരം വസ്തുക്കൾ ശരിയാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ചിലർ വീടിന്റെ മുകളിൽ, ടെറസിന് മുകളിലായി പല വസ്തുക്കളും ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്നവരാണ്. നിങ്ങൾ അത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാടില്ല എന്നതാണ് വാസ്തവം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ടെറസിന് മുകളിൽ ഒരിക്കലും ഉപയോഗശൂന്യമായ വസ്തുക്കൾ വയ്ക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ വീടുകളിൽ ടാപ്പിന് ലീക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ജലം ഇത്തരത്തിൽ ഇറ്റ് വീഴുന്നത് നിങ്ങളുടെ ധനപരമായ നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പല വഴികളിലൂടെയും ധനം നഷ്ടമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയും ശിവരാത്രി ശരിയായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുകയും മുൻപ് പരാമർശിച്ചതുപോലെ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എപ്രകാരം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോ തീർച്ചയായും ഏവരും കാണുവാൻ ശ്രമിക്കുക. ആ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ചെയ്യുക.